NSSനെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPMനോട് സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തരുതെന്ന് കോടിയേരി പറഞ്ഞു. CPMനെ വിരട്ടി വിധേയപ്പെടുത്താമെന്ന് കരുതേണ്ട. രാഷ്ട്രീയത്തിൽ ഇടപെടാനാണ് ഉദ്ദേശമെങ്കിൽ NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കട്ടെ എന്നും കോടിയേരി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSS LDF വിരുദ്ധ നിലപാട് സ്വീകരിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. NSS നേരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കാണിച്ചൊരു പാർട്ടിയായി മുദ്രകുത്തപ്പെട്ടൊരു പാർട്ടിയാണ് NDP. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു പരീക്ഷണം വീണ്ടും നടത്താൻ സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ നടത്തട്ടെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്ക് ഇന്ന് കേരളത്തിലുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കൊമ്പുകോർത്ത NSSനോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചത്. വിരട്ടലിൻ്റെ മുമ്പിലും ഭയപ്പെടുത്തലിൻ്റെ മുമ്പിലും CPIM അതിന് വിധേയമാകാൻ പോകുന്നില്ല. ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടിയുള്ള ആക്രമണം വേണ്ട. നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും സുകുമാരൻ നായർ ഇനി ഇടപെടേണ്ടത്. അത്തരത്തിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. തുറന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കട്ടെ. നിഴൽ യുദ്ധം വേണ്ട എന്നാണ് സുകുമാരൻ നായരോട് വ്യക്തമാക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സമുദായ നേതാക്കളെ കാണാൻ ചെല്ലുന്നത് വോട്ടർമാർ എന്ന നിലയിലാണെന്നും ഇനിയും അത് തുടരുമെന്നും കോടിയേരി വ്യക്തമാക്കി. NSSനോട് കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ SNDP അടക്കമുള്ള സംഘടനകളുടെ പിന്തുണയാണ് CPM ലക്ഷ്യമിടുന്നത്. റാഹിസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.